രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഷോ എല്ലാം കഴിഞ്ഞാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ അന്തരീക്ഷത്തിൽ മൊത്തം വിയേർഡായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, ആ മനുഷ്യനുണ്ടാകുന്ന ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളമായിരിക്കും? അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജു ഇരിഞ്ഞാലക്കുട പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് അവൻ വരികയാണ്, അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അത്രയും വൈകുമെന്ന് അവൻ ചിന്തിച്ചില്ല. കാരണം ഇരുട്ടിയിരുന്നു. അവൻ്റെ വീടാണെങ്കിൽ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു. അവൻ അങ്ങനെ നാട്ടിലേക്ക് ബസ് കയറി അവൻ്റെ ആ ഒരു വീടിൻ്റെ ഏരിയയിൽ വന്നിറങ്ങി. പക്ഷേ കുറച്ച് ഉള്ളിലോട്ട് വേണം അവൻ്റെ വീട്ടിലേക്ക് നടക്കാനായിട്ട്. ഒരു ഉള്ളിലേക്കായിരുന്നു അവൻ്റെ വീടുണ്ടായിരുന്നത്. മാത്രമല്ല, അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത്. കാരണം ഒരു കാവ് കഴിഞ്ഞ് വേണം അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. പകൽ പോലും ആ കാവിൻ്റെ മുന്നിലൂടെ പോവാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഈ ഒരു കാവ് കഴിഞ്ഞേ തൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അവന് മറ്റൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ പോവാന്ന് വിചാരിച്ച് അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാവിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കിണർ. പണ്ടുകാലത്തൊക്കെ ആ കിണറിൽ നിന്ന് ആളുകൾ വെള്ളം കോരുമായിരുന്നു. പക്ഷേ ഇപ്പൊ കുറേയായി ആ കിണർ ആരും ഉപയോഗിക്കാറില്ല. ആ ഏരിയയിലേക്ക് ഒരുവിധ ആൾക്കാരൊന്നും പോവാറില്ല. പക്ഷേ ആ കിണറിലെ വെള്ളം നല്ല വെള്ളമായിരുന്നു. പലരും ഈ കാവിന്റെ മുന്നിൽ ഒരു സ്ത്രീ രൂപത്തെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കിണറിന്റെ അടുത്ത് ഏതാണ്ട് എത്താറായി. കിണറിന്റെ അടുത്ത് അവൻ എത്തിയപ്പോഴാണ് ആ കിണറിന്റെ അവിടെ ആരും നിൽക്കുന്നതായിട്ട് അവന് തോന്നിയത്. അതൊരു സ്ത്രീയായിരുന്നു. അവൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ 12 മണി നേരത്ത് ഇങ്ങനൊരു സ്ത്രീ അവിടെ വരാൻ യാതൊരു ചാൻസുമില്ല. പ്രത്യേകിച്ച് പകല് പോലും ആ ഒരു ഏരിയയിലേക്ക് സ്ത്രീകൾ ആരും വരാത്തതാണ്. എന്നാൽ രാത്രി 12 മണി ഇവളുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു അവൻ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ അവൻ ആ ഒരു കിണറിന്റെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ഇവൻ നടന്നത്. അപ്പോൾ ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം കോരുകയായിരുന്നു. ഒരു ബക്കറ്റിലോട്ട് വെള്ളം കോരുകയായിരുന്നു. അപ്പൊ അവൻ ചിന്തിച്ചു, ഈ 12 മണിക്ക് ഈ സ്ത്രീക്ക് ഇവിടെ വന്ന് വെള്ളം കോരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചിന്ത അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. കുറച്ച് നടന്നപ്പോൾ അവൻ ചിന്തിച്ചു, ഈ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവളാണെങ്കിൽ വെള്ളം മുക്കൽ നിർത്തിയതിന് ശേഷം ഇവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവൻ പിന്നെയും തിരിഞ്ഞു നോക്കി. ശരിയാണ്, ആ സ്ത്രീ തന്നെ തന്നെയാണ് നോക്കുന്നത്. കുറച്ചുകൂടി അവൻ നടന്നു. വീണ്ടും അവൻ തിരിഞ്ഞു നോക്കി. ശരിയാണ്, ആ സ്ത്രീ തന്നെ തന്നെയാണ് നോക്കുന്നത്. ആരായിരിക്കും ആ സ്ത്രീ? തനിക്കറിയാവുന്നവളാണോ? എന്നാലും എന്തിനീ ആ സമയത്ത് വെള്ളം കോരാൻ ഈ ഒരു കിണറിൻ്റെ അടുത്ത് വന്നു? അവരൊന്നും മനസ്സിലായില്ല. അതേസമയം ഒരു സ്ത്രീ രൂപം അവൻ്റെ അടുത്തേക്ക് വളരെ സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും വീണ്ടും പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വന്നത്. അതെ, അച്ചുവേട്ടന്റെ മകൾ. കഴിഞ്ഞ മാസം പാടത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട അവളുടെ ബോഡി. അത് ഇന്നും അവൻ നടുങ്ങുന്ന ഓർമ്മയിൽ ചിന്തിച്ചു. അതെ, അവൾ രാധ തന്നെ. അതെ, അവൾ തന്നെയാണത്. ആ ഒരു നടുക്കുന്ന ചിന്ത അവന് മനസ്സിലേക്ക് വന്നതോടുകൂടി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു കിണറിൻ്റെ അടുത്ത് അതുവരെ കണ്ടിരുന്ന ആ സ്ത്രീയെ കാണാനില്ല. ഒരിക്കൽ കൂടി അവളുടെ മുഖം കാണാനുള്ള ശക്തി ഇല്ലാത്തത് കാരണം അവൻ ഓടി നടക്കുകയാണ് ചെയ്തത്. ഓടി ഓടി അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവൻ രക്ഷപ്പെട്ടിരുന്നില്ല. കാരണം അവൻ്റെ ബാക്കിൽ തന്നെ ആ ഒരു രൂപം ഉണ്ടായിരുന്നു. അവൻ കുറച്ച് നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നടുക്കുന്ന ആ കാഴ്ച അവൻ കണ്ടത്. അവൻ്റെ ബാക്കിലായി ഒരു സ്ത്രീരൂപം നിൽക്കുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, അവൻ ഓടി. എങ്ങനെ താൻ ഈ ഒരു പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടും? അതും അവൾ മരിച്ചു കിടന്ന ആ പാടം ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ആ പാടം കഴിഞ്ഞ് വേണം തൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. പിന്നെ ഒന്നും അവൻ ചിന്തിച്ചില്ല, അവൻ തിരിഞ്ഞോടി. ഓടിനിടയിൽ അവൻ ചിന്തിച്ചു, അവൾ മരിച്ചു കിടന്ന ആ ഒരു പാടം,
ആ പാടം കഴിഞ്ഞ് വേണം തനിക്ക് തൻ്റെ വീട്ടിലെത്താനായിട്ട്. ആ പാടത്തിലൂടെ വേണം തനിക്ക് ഓടാനായിട്ട്. അവിടെ എത്തുമ്പോൾ ഇനി എന്തെല്ലാമാണ് സംഭവിക്കുകയെന്ന് അവന് പോലും ഒരു രൂപമില്ലായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ ഓടി ആ പാടത്തിന്റെ ആ ഭാഗത്തെത്തി. അങ്ങനെ അവൻ പാടത്തെത്തി. പക്ഷേ കൂറ്റാക്കൂരി ഇരുട്ടായത് കാരണം അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെയും എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലെത്തിയേ തീരൂ, അത് മാത്രമായിരുന്നു അവന്റെ ചിന്ത. ആ ഒരു ലക്ഷ്യത്തോടെ അവൻ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ബാക്കിൽ ഒരു സൗണ്ട് കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നടുങ്ങിപ്പോയി. അതാ അവൾ തൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവന് ശരീരം തളരുന്ന പോലെ തോന്നി. മാത്രമല്ല ശ്വാസം തടസ്സം പോലെയും തോന്നി. കാരണം താൻ ഇപ്പൊ ഇവിടെ തളർന്നു വീഴും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു അവൻ. പെട്ടെന്നാണ് ആ സ്ത്രീ നിന്നിടത്ത് ഒരു തീപ്പന്തം പോലെ, തീ ഗോളം പോലെ എന്തോ ഒരു സംഭവം അവന്റെ അടുത്തേക്ക് ഓടിയെടുത്തത്. എങ്ങനെയൊക്കെ അവൻ ഓടിയിട്ടും ആ തീഗോളം തൻ്റെ അടുത്ത് എത്തിയതായിട്ട് അവന് തോന്നി. അവന് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. തല കറങ്ങി അവൻ നിലംപതിച്ചു. പിന്നീടൊന്നും അവൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം നാട്ടുകാരാണ് അവനെ തിരിച്ചറിഞ്ഞത്. പാടത്ത് അവൻ കിടക്കുന്നു. എന്തു പറ്റിയെന്നറിയാൻ ആളുകൾ കൂടി. തട്ടി നോക്കിയപ്പോഴാണ് അവന് ജീവനുണ്ടെന്ന് മനസ്സിലായത്. ബോധം വീണപ്പോഴും അവൻ അബ്നോർമലായിട്ടാണ് പെരുമാറിയത്. ഒരുപാട് കാലം തന്നെ വേണ്ടി വന്നു അവൻ ഹോസ്പിറ്റലിൽ നിന്ന്. ഒരു കാലത്തെ കോളേജ് ബ്യൂട്ടി ആയിരുന്നു ഇവൾ. മാത്രമല്ല എല്ലാവരും സ്നേഹിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു ഇവളെ. അതിൽ ഒരാളായിരുന്നു ഇവനും. അതുകൊണ്ടായിരിക്കും ഇവനെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.